മ്യൂസിക് ടീച്ചറായ ബിന്ദു ചേച്ചി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. എന്തിനെന്നായിരിക്കും എല്ലാവരും ഇപ്പൊ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ കഴിവ് ചേച്ചി. പറ്റോ? നിനക്കും പറ്റും, നമുക്ക് ആർക്കും ഇല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള ആർക്കും അതില്ല. ആ ഒരു കഴിവ് ബുദ്ധിയായിരിക്കും. നമുക്കൊക്കെ ആകെയുള്ള ഒരു കഴിവെന്ന് പറയുന്നത് വാട്സാപ്പിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ബ്ലോക്ക് ചെയ്യാനാണെങ്കിൽ ചേച്ചിക്ക് റിയൽ ലൈഫിൽ ഒരു എതിരാളി വന്നാൽ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. എങ്ങനെ നിൽക്കുന്ന മ്യൂസിക് ടീച്ചർ ഒരു കരാട്ടെ കിഡ്. ബ്ലോക്ക് മെമ്പർ ആയിരിക്കും. കാണിച്ചു കൊടുത്തേ ചേച്ചി, ആ രണ്ട് സ്റ്റെപ്പ് ഒന്ന് കാണിച്ചു കൊടുത്തു. സ്റ്റെപ്പ് അല്ല, രണ്ടൊരു ഒരു ആക്ഷൻ കാണിച്ചേ. നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു പെർഫോമറിനെ കിട്ടുമ്പോൾ ഒന്ന് 2-3 ആക്ഷൻ കാണിക്കുകയും ചോദിച്ചങ്ങ് നിർത്തുകയാണ്. പക്ഷെ ഇവിടെ നമുക്കൊരു സിറ്റുവേഷൻ കൊടുക്കാം. നമ്മുടെ അഖിലിനും നോബിച്ചേട്ടനും ഓരോ സിറ്റുവേഷൻ കൊടുക്കുന്നു. അതിലെങ്ങനെ റിയാക്ട് ചെയ്യുന്നു, എങ്ങനെ ഈ ബ്ലോക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നു എന്നുള്ളത്. കാരണം വീടുകളിലൊക്കെ നമുക്ക് ആവശ്യം വരുമല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു വീട്ടില് ആദ്യത്തെ ഒരു സിറ്റുവേഷൻ, കള്ളു കുടിച്ച് വരുന്ന ഭർത്താവ്, അല്ലെങ്കിൽ ഇന്ന് പാർട്ടിക്ക് പോകണ്ട എന്ന് ഭാര്യ പറഞ്ഞിട്ട് വാടിച്ച് നല്ല സെറ്റായിട്ട് വന്നിരിക്കുന്ന ഭർത്താവ്. അപ്പൊ ആ ഭർത്താവും ഭാര്യയും തമ്മിൽ ഉണ്ടാവുന്ന ഒരു കോൺവെർസേഷനും അതിന്റെ ഒരു ക്ലൈമാക്സ്. ഭർത്താവ് നോബിച്ചേട്ടൻ, ഭാര്യ നമ്മുടെ മ്യൂസിക് ടീച്ചറായ ബിന്ദു ചേച്ചി. ശരി, ഓക്കെ ഓക്കെ. വാ. അപ്പൊ എന്തായാലും ഭാര്യ വീടിന്റെ ഉള്ളിലാണ്, ഭർത്താവിനെ നമ്മളിപ്പോ കൊണ്ടുവിടും. റെഡിയാണോ? ഇടിച്ചോ ചേച്ചി, ഒന്നും നോക്കണ്ട, ഭർത്താവ് ആണെന്നൊന്നും വീട് വേണ്ട. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട ഓണക്കാലമായിട്ട് തന്നെ ഇട്ട് കുടിപ്പിച്ച് ക്യാരക്ടറായി. അല്ല, ചിലപ്പോ പെണ്ണും പിള്ള വീട്ടിൽ കയറ്റൂല. അത് നമ്മളെ കയ്യിലാണ് നമ്പറില്ലാത്ത ബിന്ദു. മാറ്റം വന്നമ്മ ഇത്രയും വലിയ മോളായിരിക്കും. 3 വർഷമാണ് കല്യാണം കഴിച്ചിട്ട് ഞാൻ. ബിന്ദു എന്താടോ ബിന്ദു, കഥവ് തുറ ബിന്ദു. ഓണമായിട്ട് 2 അടിച്ച് ഇച്ചിരി പിറ്റായി. നീ കഥവ് തുറ, കഥവ് തുറ. അമ്മ തുറക്കല്ലേ? കഥവ് തുറ. വേണ്ടേ? തുറന്നു തൊഴുവണ്ട, കഥവ് തുറക്കാം. തുറന്നിട്ട് നീ മാറുന്നു. ആഹാ, ഡേ നിനക്ക് തുറക്കാൻ വേണ്ടി ബിന്ദു. നീ ഞാൻ അയ്യോ അയ്യോ കുരിശ് തറക്കല്ല. മലർച്ചടിച്ചടി ചേച്ചി. കറക്ക് തിരിച്ച് ഞാൻ സംസ്ഥാന അവാർഡ് കിടക്കാം. അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് മാല മോഷണം. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നമ്മളെ എങ്ങനെയായിരിക്കും ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് തടയാൻ പറ്റും എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പം ഓക്കെ, റെഡി? ബൈക്കിൽ വരാൻ പോകുന്നു അഖിൽ, മാല മോഷ്ടിക്കാൻ പോവുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, നല്ലൊരു കൈയടിയോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം കള്ളനെ. ചേച്ചി, നെടുമങ്ങാട് പോണ വഴിയാ ചേച്ചി. അത് കിട്ടി, അത് കിട്ടി. അവന്റെ മൈൻഡ് വോയിസ് ആയിരുന്നു അത്. അല്ല, എന്ത് പറ്റി? കിട്ടി കിട്ടി കിട്ടി. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു കള്ളനായിട്ടുള്ള എക്സ്പീരിയൻസ്? നന്നായിരുന്നു. ഫേക്ക്നെസ് ആയിരുന്നോ കള്ളൻ? ആദ്യം എക്സ്പീരിയൻസ് ചെയ്യണതല്ലേ. ആണ്. പക്ഷെ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ഇത്ര സംഭവമുള്ളൂ. അതായത് പെൺകുട്ടികൾ, സ്ത്രീകൾ, നമ്മളാരും പേടിക്കില്ല. ഇതുപോലെയൊക്കെ എന്തെങ്കിലും മാർഷൽ ആർട്സ് പഠിച്ചിരിക്കണം. ഇനി പഠിക്കാൻ പറ്റിയില്ലെങ്കിലും സെൽഫ് ഡിഫെൻസിനായിട്ടുള്ള കുറച്ചൊന്ന് സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഹാൻഡ്സ് ഒക്കെ ഒന്ന് ഇരുന്നാൽ മതി. നമുക്ക് അത്യാവശ്യം ഒന്ന് തടഞ്ഞു നിർത്താൻ പറ്റും. കൊള്ളാം. എന്തായാലും താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനിയും ഇതുപോലെ മീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫുൾ ടീം അടിപൊളിയായിരുന്നു. വി ലവ് യു ഗൈസ്. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് എന്തായാലും പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാം. ഈ ഒരു ഇടിയോടെ നമുക്ക് പഞ്ചിൽ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. കോമഡി മാസ്റ്റേഴ്സ് വൈൻഡ് അപ്പ് ചെയ്യാൻ അടുത്ത ദിവസം കാണാൻ മതിയായിരിക്കും. ബൈ. പഞ്ച് അവിടെ.